വസന്ത ഇപ്പോൾ പലവിധ ഇടപെടലുകൾ ചർച്ചകൾ ഇതൊക്കെ ഉണ്ടെങ്കിലും സമാധാനം എല്ലാവരും കാക്ഷിച്ചതാണ്. അതൊരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഇന്ത്യൻ സൈന്യം എത്രത്തോളം പാകിസ്ഥാന് പ്രഹരമേൽപ്പിച്ചു, ഇനി ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ എന്താണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന പാഠം കൂടി പാകിസ്ഥാനെ മനസ്സിലാക്കിപ്പിച്ചതിന് കൂടി ഫലമല്ലേ ഈ സമവായവും. ഒപ്പം ഒരു കാര്യം കൂടി വസന്തി, പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടക്കുന്നതായുള്ള വിവരങ്ങളുണ്ടല്ലോ, എന്താണ്? ദിവിഷ, നമുക്കിപ്പോൾ സമാധാനം എന്നുള്ള ആ ഒരു പോയിന്റിൽ നമുക്ക് ചർച്ച നടത്തുന്നതിന് വലിയ പ്രശ്നമില്ല. അതായത് ഇന്ത്യ ഇപ്പോൾ സമാധാനത്തിനായി ഇന്ത്യ കാത്തിരുന്നു എന്ന് പറയുമ്പോഴും ഇന്ന് ഉച്ചയ്ക്ക് വന്ന വിദേശ മന്ത്രി എസ് ജയശങ്കറിന്റെ ട്വീറ്റിൽ വളരെ കൃത്യമായിരുന്നു. ഇന്ത്യ കൃത്യതയോടെയാണ് ഉത്തരവാദിത്തോടെയാണ് പ്രതികരിച്ചത്, അത് തുടരുമെന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നാണ് ഇന്ത്യ പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്കും അല്ലെങ്കിൽ സമാധാനം എന്നുള്ളൊരു വിഷയത്തിലേക്കും വരുമ്പോൾ. പക്ഷേ അപ്പോഴും ഒരു കാര്യം ബാക്കി നിൽക്കുന്നു. വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വീണ്ടും ഈ പഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യ എടുത്തിട്ടുള്ള കുറേ നയതന്ത്ര നടപടികളുണ്ട്. അതായത് സിന്ധു നദീജലക്കരൻ മരവിപ്പിക്കൽ, അതോടൊപ്പം തന്നെ വാണിജ്യ മേഖലയിൽ എടുത്തിട്ടുള്ള നിരവധി നടപടികൾ. അതായത് അട്ടാരി ബോർഡർ അടച്ചു, വ്യാപാരം അവസാനിപ്പിച്ചു, പാകിസ്ഥാനിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി, പാകിസ്ഥാനിലേക്കുള്ള കപ്പലുകൾ റദ്ദാക്കുന്നു, പാകിസ്ഥാനിൽ നിന്നും ഉത്ഭവിക്കുന്ന ചരക്കുകൾ അനുവദിക്കില്ല തുടങ്ങിയ നയതന്ത്രപരമായ നടപടികളൊക്കെ തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അക്കാര്യത്തിൽ വിദേശ മന്ത്രാലയം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇപ്പോൾ തൽക്കാലം വെടിനിർത്തൽ, അതായത് സായുധ ഏറ്റുമുട്ടൽ നിർത്തുന്നു എന്നുള്ളതല്ലാതെ മറ്റ് നയതന്ത്ര നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി കത്ത് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നദിയുമായി ബന്ധപ്പെട്ട അണക്കെട്ട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, വെള്ളം തുറന്നു വിടുന്നതും വെള്ളം അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും പാകിസ്ഥാനെ ഇനി ഇന്ത്യ അറിയിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ നിലവിൽ വരുന്നത്. പിന്നെ മറ്റൊന്ന്, അമേരിക്ക ഈ ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട സജീവമായി ഇടപെടുമ്പോൾ ഒരു കാര്യം, അമേരിക്ക ചിലപ്പോൾ ഇന്ത്യ ഇപ്പോൾ പുതിയതായിട്ട് ഈ ഭീകരാക്രമണവും യുദ്ധവും തമ്മിൽ ബന്ധപ്പെടുത്തി ഇന്ത്യയുടെ പുതിയ ഡോക്ട്രിൻ, അതായത് ഒരു പുതിയ നയപ്രഖ്യാപനം, ഇനി എല്ലാ ഭീകരാക്രമണങ്ങളും യുദ്ധമായി ഞങ്ങൾ കണക്കാക്കും എന്നുള്ള ആ നയപ്രഖ്യാപനത്തെ അമേരിക്കയും അംഗീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷമായിരുന്നിരിക്കണം ഈ വെടിനിർത്തൽ കരാറിനെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുണ്ടാവും. മൂന്നാമതായിട്ട് പറയാൻ കഴിയുന്നത്, ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ നടത്തിയിട്ടുള്ള വ്യോമാക്രമണങ്ങൾ അല്പസമയം മുമ്പ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. അതായത് പാകിസ്ഥാന്റെ തന്നെ സറോഗാബാദിലും ജക്കോബാബാദിലും ബോലാരിയിലും ഒക്കെ വ്യോമ ആക്രമണം ഞങ്ങൾ നടത്തി എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ അവർ വ്യക്തമാക്കുന്നു. അവിടെ വലിയ ഹെവി ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന വിവരപ്രകാരമാണെങ്കിൽ ബോലാരിയിൽ ഒരു സ്ക്വാഡ്രൺ ജനറൽ അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 5 പാകിസ്ഥാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വ്യോമാക്രമണം കൂടി നടന്ന ശേഷമാണ് ഇപ്പോൾ വെടിനിർത്തലിന് ഇന്ത്യ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 3:30-ക്ക് പാകിസ്ഥാൻ DGMO വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉച്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള ഇന്ത്യയുടെ അവസാനത്തെ ആ ഒരു പ്രത്യാക്രമണം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കണം DGMO വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ മാത്രമേ നമുക്ക് ഇപ്പോൾ നടത്താൻ കഴിയുകയുള്ളൂ. ബാക്കി വിഷയങ്ങളൊക്കെ വരാനിരിക്കുന്നു. നമ്മൾ സമാധാനം എന്ന് പറയുമ്പോൾ പോലും ഇത് ആദ്യം പ്രഖ്യാപിച്ചത് ആര് എന്നുള്ളൊരു വിഷയം വരുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഇന്ത്യ പറയുന്നു. മാത്രമല്ല അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ച് ഞങ്ങൾ ഇല്ല എന്നും പറയുന്നു. അപ്പോൾ ഇതിലിപ്പോഴും ഒരു അവ്യക്തമായ കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യം എവിടെയോ നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുകയുള്ളൂ. ബസന്ത, ഒരു കാര്യം കൂടി, ഇതിപ്പോ പഹൽഗാം ഭീകരാക്രമണം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ സംഘർഷങ്ങളാണ്. ഇതിപ്പോൾ ധാരണയായിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയമായ തീരുമാനത്തെ അംഗീകരിക്കാൻ അവിടെയുള്ള ഭീകര സംഘടനകളോ, കാരണം അവരുടെ ക്യാമ്പുകളിലേക്ക് അവരുടെ വേരറക്കുന്ന തരത്തിലുള്ള അറ്റാക്കാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന് അടങ്ങിയിരിക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു മനസ്സ് അവർക്കുണ്ടാകുമോ? അല്ല, അത് ഇത്തരത്തിലൊരു വെടിനിർത്തൽ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സർക്കാരും ആലോചിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അല്ല, ഈ പറയുന്ന വാദം, അതായത് പാകിസ്ഥാൻ പറയുന്നത് ഭീകരവാദികൾ കേൾക്കുമെന്നുള്ളൊരു എന്തെങ്കിലും ഉറപ്പുണ്ടോ സർക്കാരിന്? ഇന്ത്യൻ സർക്കാരിനും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ ഒപ്പിട്ടു എന്നുള്ളൊരു വാദം ആരെങ്കിലും നാളെ രാഷ്ട്രീയമായി ഉന്നയിക്കുകയാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിനിപ്പോൾ ഒരു രാഷ്ട്രീയ വിശദീകരണം നൽകേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്, പ്രധാനമന്ത്രിക്കുണ്ട്, ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്. അപ്പോൾ അവിടെ അവരെല്ലാം നിൽക്കുന്നു. അതായത് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഹൈപ്പിലേക്ക് പോയ ശേഷം നമ്മളിങ്ങനെ ഒരു വെടിനിർത്തലിനെ അംഗീകരിക്കുന്നു എന്നുള്ളത്. അതായത് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞ പോലെ അമേരിക്ക തന്നെയാണ് ഇപ്പോഴും ലോക പോലീസ് എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അവരുടെ DGMO ആണ് നമ്മളെ വിളിക്കുകയും സീസ്ഫയറിന് ആഹ്വാനം ചെയ്യുകയും അല്ലെങ്കിൽ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞത് അവർ നിർത്തിയാൽ നമ്മൾ നിർത്തും എന്നുള്ളത് തന്നെയായിരുന്നല്ലോ.
അല്ല, അത് ശരിയാണ്. പാകിസ്ഥാൻ DGMO വിളിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. 3:35 വിളിക്കുന്നു, 5 മണി മുതൽ വെടിനിർത്തൽ. അതായത് 1.5 മണിക്കൂർ കൊണ്ട് എല്ലാം പരിഹരിച്ചു എന്ന് പറയാൻ കഴിയുമോ? നമുക്കില്ല. അപ്പോൾ ഇതിൽ ബാഹ്യ സമ്മർദ്ദമുണ്ട്. പിന്നെ അതിലൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ആര് വിളിക്കുന്നു എന്നുള്ളത് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് പാക് DGMO വിളിച്ചു എന്ന് വരുത്തിക്കുന്നു. ലോകത്തിന് മുമ്പിൽ നമ്മൾ പറയുന്നു ഞങ്ങളല്ല, പാക് DGMO വിളിച്ചു, ഞങ്ങൾ സമ്മതിച്ചു എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഇന്ത്യ കടന്നു പോയി. ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് കടന്നു പോയൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പിന്നോട്ട് വലിഞ്ഞു എന്നുള്ളൊരു വലിയ ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഈ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. സമാധാനം എന്നൊക്കെ പറയുന്ന ഒരു ക്യാൻവാസിൽ നമുക്ക് ഈ വിഷയം ഒതുക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഈ വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു വിഷയം, അതായത് ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള, അത് ഏത് ഭാഗത്തു നിന്നുള്ള ഇടപെടലായിരുന്നാലും, അമേരിക്ക ആയിക്കോട്ടെ, പാക് DGMO ആയിക്കോട്ടെ, അതിന് ഇന്ത്യ സന്നദ്ധമായി എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഒരുപക്ഷെ സംഘർഷം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം, കരയുദ്ധം ആരംഭിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. അത് സാമൂഹ്യമായും വ്യക്തിപരമായും രാജ്യത്തിനുമൊക്കെ ഉണ്ടാക്കുന്ന ഇരുഭാഗത്തുനിന്നും കരസേനകളുടെ ഡിപ്ലോയ്മെന്റ് അടക്കം കരസേനയുടെ ഡിപ്ലോയ്മെന്റ് അടക്കം നടക്കുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധം എത്തിയിരിക്കുന്നു എന്നൊരു കാഹളം കേൾക്കുന്ന സമയത്താണ് ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നത്. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തേത് പോലെയല്ലല്ലോ. ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് സാധ്യമല്ല. അതായത് അതിന്റെ ഏറ്റവും അറ്റത്ത് വെച്ച് പിന്തിരിഞ്ഞു നടക്കാൻ കഴിയുന്നത് അത് എന്തിന്റെ പേരിലാണെങ്കിലും ഒരു നല്ല വാർത്തയാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം. കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ വലിയ കൻവാസ്. അല്ല, തീർച്ചയായും ഇത് സംഘർഷം ഒഴിവാക്കാനായിട്ട് ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളൊരു വ്യാഖ്യാനം ശരി തന്നെയാണ്, നല്ലത് തന്നെയാണ്. നമ്മളതിനെ എതിർക്കുന്നില്ല. അതൊരു വലിയ സംഭവം തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇന്ന് തന്നെ എത്ര പേർക്കാണ് നമ്മളെ ജമ്മുവിലും പുഞ്ചിലും ഊറിയിലും ഒക്കെ സാധാരണക്കാർക്ക് ഏൽക്കേണ്ടി വന്ന ദുരിതം, അവർക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. 50,000-ഓളം പേർ ഊറിയിൽ നിന്നും ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ്, ഒഴിഞ്ഞു പോകുന്നു. 1160 വീടുകൾ കേടുപാട് പറ്റുന്നു, അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് കേടുപാട് പറ്റുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയോ അല്ലാതെയോ, അല്ലെങ്കിൽ ഇന്ത്യ സ്വയം എടുത്ത തീരുമാനമോ എന്തായിരുന്നാലും ഇത്തരത്തിലൊരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ സംഘർഷ സാധ്യത, വലിയൊരു സംഘർഷത്തിലേക്ക് പോവാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ അതിൻ്റെ രാഷ്ട്രീയ വശമാണ്. എങ്ങനെ ഇത്തരത്തിലൊരു സാഹചര്യം കേന്ദ്ര സർക്കാരിന് വരുന്നു എന്നുള്ളത്, അത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിന് വരുന്നു. അത് ഒരു പട്ടാളത്തെ കൊണ്ടോ വിദേശ സെക്രട്ടറിയെ കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു രാഷ്ട്രീയമായ ഒരു വിശദീകരണത്തിന്റെ സമയം. സ്വാഭാവികമായിട്ട് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ഡൽഹിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ, അത് ബസന്ത് പറഞ്ഞ പോലെ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്, എന്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് രാജ്യം എത്തുന്നു, എന്തു മറുപടി പാകിസ്ഥാന് ഇന്ത്യ കൊടുത്തിട്ടുണ്ടോ. ഒപ്പം ഈ പറഞ്ഞ പോലെ വെടിനിർത്തൽ മാത്രമാണ്, മറ്റ് സിന്ധു നദീജല കരാർ അടക്കമുള്ള കാര്യങ്ങളിൽ അവിടെ നിന്നുള്ള ഇറക്കുമതി, അവർക്ക് വിസ റദ്ദാക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അതെ ആ നിലപാടുകളൊക്കെ നയതന്ത്ര തലത്തിലുള്ള ആ നിലപാടുകൾ തുടർന്നുകൊണ്ടുള്ള ഒരു വെടിനിർത്തൽ മാത്രമാണോ, മറ്റെല്ലാ കാര്യങ്ങളിലേക്കും വീണ്ടും പഴയതുപോലെ പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതിലൊരു വിശദീകരണം ഒരുപക്ഷെ നാളെ മറ്റു പ്രതീക്ഷിക്കാം അല്ലേ? ബസന്ത്, പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ? പ്രധാനമന്ത്രി കാണുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ, അതായത് ഈ സിന്ധു നദീജല കരാർ, അതോടൊപ്പം തന്നെ വാണിജ്യ നിരോധനങ്ങൾ, വ്യോമപാത അടയ്ക്കൽ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി വിഷയങ്ങൾ ബാക്കി നിൽക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമോ എന്നുള്ളതാണ്. പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കുന്നതുമായി ബന്ധപ്പെട്ട്, നയതന്ത്ര തലത്തിൽ ഒറ്റപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു സംഘർഷ മേഖലയിൽ ഉണ്ടായ സാഹചര്യത്തിൽ നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളതേ ഉള്ളൂ. മറ്റ് വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് നിലനിൽക്കുമോ അല്ലെങ്കിൽ തുടരുമോ എന്നുള്ളതാണ്. അതായത് പുൽവാമ ഉണ്ടായതിനു ശേഷവും സമാനമായി വ്യോമപാത അടയ്ക്കലുണ്ടായിരുന്നു. അത് 5 മാസം വരെ നീണ്ടു. 5 മാസത്തിന് ശേഷമാണ് ഭാഗികമായി തുറന്നത്. പിന്നീട് പൂർണ്ണമായി തുറക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇത് ഈ പറയുന്ന പാകിസ്ഥാനെതിരെയുള്ള ഈ സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ വീണ്ടും തുടരുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഈ പറയുന്ന നയതന്ത്ര തരത്തിലുള്ള നടപടികൾ, അവിടുത്തെ ഹൈക്കമ്മീഷന്റെ എണ്ണം കുറയ്ക്കുന്ന അടക്കമുള്ള നടപടികൾ, മറ്റ് നടപടികളൊക്കെ തന്നെ ഏതെല്ലാം തരത്തിൽ, ഇപ്പോൾ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ റാമിഫിക്കേഷൻസ് ഉള്ള ഒരു തീരുമാനമായിരുന്നു. അത് മരവിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ഔദ്യോഗികമായി അറിയിച്ചു. പക്ഷേ പാകിസ്ഥാൻ ഷിംല കരാറിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ഇതുവരെ ഔദ്യോഗികമായി നടപ്പാക്കുകയോ അറിയിക്കുകയോ ചെയ്തിട്ടില്ല.
പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയിച്ച ഒരു സാഹചര്യമാണ്. രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി പാകിസ്ഥാൻ്റെ ജലവിഭവ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ സിന്ധു നദി ജലവുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ നദികളിലൊക്കെ നമുക്ക് അണക്കെട്ട് നിർമ്മിക്കാനും ഒക്കെ ഉള്ള നടപടികളുമായി മുന്നോട്ട് പോകാം. അത് പാകിസ്ഥാനെ അറിയിക്കേണ്ട ബാധ്യത നമുക്കില്ല. അത് പറയിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ തുടരുമോ എന്നുള്ളതാണ്. അതല്ല ഇനി അതിലും പിന്നെ ലോക സമ്മർദ്ദം, അതായത് ലോകബാങ്കാണ് അതിന് മധ്യസ്ഥ നിന്നത്, ലോകബാങ്കിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ വസ്തുത. IMFന്റെ ലോണ് തടയുന്നതിന് ഇന്ത്യ എതിരായിട്ട് അബ്സ്റ്റൈൻ ചെയ്തു. വോട്ടിംഗ് അവിടെ എതിർത്ത് വോട്ടിംഗ് ഇല്ല, അവിടെ അബ്സ്റ്റൈനിങ് മാത്രമേ ഉള്ളൂ IMFൽ. ആ യോഗം ചേരുന്നതിൻ്റെ തലേ ദിവസം ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ IMF ലോൺ പാകിസ്ഥാന് നൽകുക എന്നുള്ളത് അത് അവർ ടൈഡപ്പാണ് അതിൽ. അപ്പോൾ അമേരിക്കയ്ക്ക് ആ ഒരു സമ്മർദ്ദം ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വിലയിരുത്തണം IMFന്റെ കാര്യത്തിൽ. മറ്റൊന്ന്, ഈ പറയുന്ന സംഘർഷം മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കേണ്ട ഒരു ബാധ്യത കൂടി അമേരിക്കയ്ക്ക് വരുന്നു. അതിനാണ് സ്റ്റേറ്റ് സെക്രട്ടറി വളരെ സജീവമായിട്ട് തന്നെ കഴിഞ്ഞ 48 മണിക്കൂർ ഇടപെട്ടു എന്ന് പറയുന്നത് JD വൻസുമൊക്കെ. പക്ഷേ അപ്പോഴും JD വൻസ് ഇന്നലെ പറഞ്ഞ പിന്നെ പ്രസ്താവന എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്നാണ്. ഇറ്റ്സ് നോട്ട് അവർ വാർ, ഇറ്റ്സ് നോട്ട് അവർ വാർ, ഇറ്റ്സ് നോട്ട് അവർ ബിസിനസ് എന്നുള്ള ലൈനിലാണ് സംസാരിച്ചത്. പക്ഷേ പെട്ടെന്ന് അപ്പോഴും വൻസും ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ വലിയൊരു ഡാമേജ് പാകിസ്ഥാൻ്റെ എല്ലാ മിലിറ്ററി ഇൻസ്റ്റലേഷൻസും നൽകി എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉച്ചയ്ക്ക് ശേഷം നടന്ന ഇപ്പോൾ വൈകിട്ട് നടന്ന പ്രതിരോധ മന്ത്രാലയത്തിലെ അവരുടെ സേനാ ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനത്തിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞു, പാകിസ്ഥാന്റെ 4 വ്യോമ താവളങ്ങൾ കൂടി ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് പാകിസ്ഥാന്റെ F-16മായി ബന്ധപ്പെട്ട അവരുടെ താവളങ്ങളാണ്. അതായത് ബോലാരി ആയിരുന്നാലും സർഗോദ ആയിരുന്നാലും ജക്കോബാബാദ് ആയിരുന്നാലും ഒക്കെ തന്നെ അവരുടെ വളരെ നിർണായകമായ വളരെ ആധുനികമായുള്ള വ്യോമ താവളങ്ങളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ ഉച്ചയ്ക്ക് ശ്രീനഗർ ആക്രമണം നടക്കുന്നതിൻ്റെ പിന്നീട് നടന്ന സംഭവവികാസങ്ങളാവാം. അതായിരിക്കാം ചിലപ്പോൾ പാകിസ്ഥാൻ DGMO ഇന്ത്യയെ വിളിക്കുകയും ഈ ചർച്ചകളിലേക്ക് പോയത്. പക്ഷേ ഇതിലൊരു വിഷയമുള്ളത്, അതൊരു സേനാ തലത്തിലുള്ള നടപടിയാണെന്നുള്ള ആലോചിക്കണം. DGMO എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു സൈനികനാണ്. ഒരു സൈനികൻ മറ്റൊരു സൈനികനെ വിളിച്ച് സംസാരിച്ച് തീർക്കുന്ന ഒരു വിഷയമല്ല. ഇതിലൊരു രാഷ്ട്രീയ തീരുമാനം വേണം. ആ രാഷ്ട്രീയ തീരുമാനം ആരെടുത്തു എന്നുള്ളത് വ്യക്തമാക്കേണ്ട ഒരു ബാധ്യത കേന്ദ്ര സർക്കാരിന് വരുന്നുണ്ട്. ഇതൊരു പ്രതിരോധ മന്ത്രാലയത്തിൽ എടുക്കേണ്ട തീരുമാനമല്ലല്ലോ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ആരെടുത്തു എന്നുള്ള വ്യക്തമാക്കണം. 2 സൈനികർ തമ്മിൽ സംസാരിച്ച് തീർന്നു എന്ന് ഇന്ത്യക്ക് അവകാശപ്പെടാം. അവിടെ അപ്പോഴൊരു വലിയൊരു ലോകശക്തി അവകാശപ്പെടുന്നു. അതിന്റെ വിവരങ്ങൾ സൈനിക മേധാവികളെ അറിയിക്കുക, അത് പ്രധാനമന്ത്രിയിലേക്ക് എത്തുക തുടങ്ങിയ ആ ചർച്ചകൾ ഇപ്പൊ 3:30 വിളിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നീളുന്ന ചർച്ചകൾ നടന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ? അല്ല, ചർച്ച നടന്നിട്ടുണ്ടെന്നുള്ള ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനയിൽ തന്നെ പിന്നെ വിദേശ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ DGMO ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ചർച്ചയുടെ തുടർച്ചയായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഇതിന് 3:35 വിളിച്ചു. 5 മണി മുതൽ ഞങ്ങൾ വെടിനിർത്തൽ കരാർ നടത്താൻ തീരുമാനിക്കുന്നു. ഈ 1.5 മണിക്കൂർ കൊണ്ട് 2 സൈനിക ഉദ്യോഗസ്ഥർക്ക് തീർക്കാൻ കഴിയുന്ന പ്രശ്നമായിരുന്നു ഇവിടെ നടന്നത്, ഇന്ത്യയിലല്ല. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ട്. ആ രാഷ്ട്രീയ തീരുമാനം എടുത്തത് ആര് എന്നുള്ളതാണ്. അത് 2 രാജ്യങ്ങളുടെയും പിന്നെ രാഷ്ട്രീയ നേതൃത്വം പറയേണ്ട മറുപടിയാണത്. ഈ രാഷ്ട്രീയ തീരുമാനം എടുത്തത് ആരൊക്കെ? ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ, അതിന് പാകിസ്ഥാനിലാണെങ്കിൽ അങ്ങനെ എന്നുള്ളത്. ശരി, പീപ്പിൾസിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ എക്സ് ഹാൻഡിൽ വന്നിരിക്കുന്നത് ഈ ഹൈ ലെവൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട വിവരമാണ്. ഏറ്റവും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ എസ് ജയശങ്കറിന്റെ ഹാൻഡിൽ വരുന്നത് പോലെയോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് പോലെ ഒരു കമന്റ് അല്ല. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ സിന്ധൂറിന് തുടർച്ചയായി രാജ്യം സ്വീകരിച്ച നിലപാട്, നയം, തീരുമാനം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച ഒരു പ്രതികരണം ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ എന്ന് പറയുന്നത് ലോകം ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒന്ന് തന്നെ എന്നുള്ളത് വ്യക്തമാവുകയാണ്. 3:30 DGMO ചർച്ച നടത്തുന്നു. അതിനുശേഷം 5 മണിയോടുകൂടി സീസ് ഫയർ പ്രാബല്യത്തിൽ വരികയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞത് ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുകയാണ്. നിലവിൽ ശാന്തമായ വാർത്ത. അതിനുശേഷം എവിടെ നിന്നും ഒരു അറ്റാക്കിന്റേതോ ഒരു വെടിവെച്ചയുടെയോ വാർത്ത വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനപരമായ കാര്യം. പക്ഷേ ഈ തീരുമാനം എവിടെ നിന്നുണ്ടായി എന്ന രാഷ്ട്രീയമായ ചർച്ചകൾ സ്വാഭാവികമായും തുടരും. അതിനെന്തെങ്കിലും കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ശ്രീനഗറിലടക്കം ഉണ്ടായ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ നൂർഖാൻ, റാഫിക്കി, മുറീദ്, ഷുക്കൂർ, സിയാൽകോട്ട്, പസ്രൂർ, ചുനിയാൻ, സർഗോദ, സ്കർദു, ഭോലാരി, ജക്കോബാബാദ് ഇത്രയും ഇടങ്ങളിൽ
പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ, പാകിസ്ഥാന്റെ ആയുധ സംഭരണശാലകൾ, പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾ, അവയ്ക്ക് വളരെ കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ, ശ്രീനഗറിലൊക്കെ രാവിലെയാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകുന്നത്, അതിന് തൊട്ട് പിന്നാലെ വളരെ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ഇന്ത്യ നൽകിയ മറുപടി അത് പാകിസ്ഥാന്റെ സൈനിക സംവിധാനത്തെ കാര്യമായി ഉലച്ചു എന്നതാണ് 3:35 DGMO ഇന്ത്യയുടെ DGMOയെ വിളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതായത് പാകിസ്ഥാൻ ഇനിയും വളമിട്ട് വളർത്തി ഭീകരരെ ഇങ്ങോട്ട് അയക്കയച്ച് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വിളിച്ചു വരുത്തിയാൽ അതിന് അവർക്ക് കിട്ടുന്ന മറുപടി അതവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയെടുത്തു നിന്നാണ് പാകിസ്ഥാൻ സമാധാനം വേണമെന്ന ആവശ്യവുമായി DGMOയെ വിളിക്കുന്നത്. പാകിസ്ഥാൻ വിളിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും. സമാധാനം എപ്പോഴും ഇന്ത്യ കാക്ഷിക്കുന്നതാണ്. ഒരു തരത്തിലും ഇന്ത്യ ആദ്യം യുദ്ധം ചെയ്യുന്ന നിലപാട് എടുത്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് സമാധാനം അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യയും എത്തുന്നത്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മറ്റ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ എടുത്ത പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്ന നിലപാടുകൾ, നടപടികൾ, അത് ആ കാര്യങ്ങളിൽ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ സൈനിക തലത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ സാന്നിധ്യം, അത് പ്രധാനപ്പെട്ട അമേരിക്കൻ നേതാക്കൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക തലത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലുമുള്ള ആളുകളുമായി സ്വാഭാവികമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ടാകും. ഇത്രയും ഒരു വലിയ ഇന്ത്യ പാകിസ്ഥാൻ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോയാൽ അത് ലോകത്തിന് തന്നെ വലിയ അസ്വസ്ഥതകൾ വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ കൃത്യമായി നമ്മുടെ നടപടികളുമായി മുന്നോട്ട് പോകും. അത് യുദ്ധം ഏത് നിലയിലാണ് ഒരു രാജ്യത്തെയും പിന്നീട് ബാധിക്കുക എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ശരി.